ഹായ് നമസ്കാരം. ഫൈസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് ആദ്യമായി ഇതിൽ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇന്ന് വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനൊക്കെ ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാവരും ഒരു വോട്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ഒരു വിശകലനം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു അവലോകനം ഉണ്ടാവും ആ നാടിനെക്കുറിച്ചും ആ ജില്ലയെക്കുറിച്ചൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ബൈ ഇലക്ഷനിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ മറുകണ്ഠം ചാടലും കാലുവാരലും ഒക്കെ സാധാരണ പോലെ തന്നെ ഇതും കേരളത്തിൽ അത് പതിവായി ഈ നിലമ്പൂർ ഇലക്ഷനുമായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ശ്രീ ഷാജഹാൻ എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നിലമ്പൂർ ഇലക്ഷൻ ആര് ജയിക്കും, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ സ്വാഗതം. ഓക്കെ, താങ്കളുടെ നിലപാടിൽ എന്താണ് ഒരു അവലോകനം ഈ നിലമ്പൂർ ഇലക്ഷൻ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്? പുതിയ ഒരുപാട് പാർട്ടികളുണ്ട്, സ്വതന്ത്രരുണ്ട്, രജിസ്റ്റേർഡ് പാർട്ടിക്കാരുണ്ട്, UDF ആണെങ്കിലും അതിൽ തന്നെ ഫുള്ള് പഴയ ആര്യാടൻ തരംഗമൊക്കെ ഇപ്പോൾ അവിടെ മങ്ങി എന്നാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് അവിടുത്തെ നിലമ്പൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചരിത്ര സംഭവമാകാൻ പോകുന്ന ഒരു വലിയ ഉപതെരഞ്ഞെടുപ്പിനാണ് ഈ വരുന്ന 19-ാം തീയതി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നിലമ്പൂരിനുള്ള പ്രാധാന്യം. നിലമ്പൂർ തേക്കിന്റെ കരുത്തും കാതലും എന്ന പോലെ തന്നെ ഈ ഇലക്ഷനിലും അതിൻ്റെ എല്ലാം ഭംഗിയും ആവേശവും എല്ലാം ചോരാതെ തന്നെ അവിടെ പ്രവർത്തകർ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച MLA ശ്രീ PV അൻവർ ചില പാർട്ടിയുമായി ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിലാണ് യാദൃശികമായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാജിവെക്കാൻ ഇടയായത്. LDF-ഉം UDF-ഉം നേർക്കുനേരെയുള്ള ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. UDF-നെ സംബന്ധിച്ച് അവർ പറയുന്നത് വലിയൊരു വിജയമാണ് ഇത്. കേരള അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമിഫൈനലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഈ LDF സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരമായിട്ടാണ് അവിടുത്തെ മാന്യ വോട്ടർമാർ ഈ ഇലക്ഷനെ കാണുന്നത്. അത് അവിടെ പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ മറുപക്ഷത്ത് LDF വളരെ ആവേശത്തിലാണ്. ചുരുങ്ങിയത് 10,000-ഓളം തന്നെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശ്രീ M സ്വരാജിനെ സംബന്ധിച്ച് സ്വരാജ് നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്നാണ് പൊതുവെയുള്ള ഒരു വികാരം. കാരണം ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. സ്വരാജ് ഒരു യുവ നേതാവ്, ഇതിലപ്പുറം അദ്ദേഹം മുൻ MLA-യും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. ഇരുവരും അവിടെ പെറ്റുവളർന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് കാഠിന്യമേറും. കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അവിടെ 15ഓളം പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 4 പ്രാവശ്യത്തോളം LDF-ഉം ബാക്കി 9-10 തവണ UDF-ഉം ജയിച്ച ഒരു ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കഴിഞ്ഞ 2 തവണയും PV അൻവർ വളരെ നല്ല കടുത്ത മത്സരം കാഴ്ചവെച്ചിട്ടാണ് LDF-ന് വേണ്ടിയിട്ട് നിലമ്പൂർ ആര്യാടൻ സാറിന്റെ നമുക്കറിയാം. നിലമ്പൂര് എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം നിലമ്പൂർക്കാർ കുഞ്ഞാക്ക എന്ന് വിളിക്കുന്ന, വളരെ സ്നേഹത്തോടെ കുഞ്ഞാക്ക എന്ന് വിളിക്കുന്ന ആര്യാടൻ സാറിന്റെ, ശ്രീ ആര്യാടൻ മുഹമ്മദ് സാറിന്റെ
ആ ഒരു കുത്തക മണ്ഡലമായിരുന്നു. അതിൽ നിന്ന് കഴിഞ്ഞ 2 തവണയും അവിടെ LDF ആ മണ്ഡലം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ആചാരൻ സാറില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രാധാന്യം കൂടി ഈ ഇലക്ഷനുണ്ട്. LDF പറയുന്നത് ഈ ഇതുവരെയുള്ള തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയായിട്ടാവും ഈ മത്സരം ഞങ്ങൾ വിജയിക്കുക എന്നാണ്. ഏതായാലും കഴിഞ്ഞ 2 സ്ഥാനാർത്ഥികൾ ഇവിടെ ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഈ LDF UDF അപ്പുറം നിലവിലുള്ള രാജിവെച്ച MLA ശ്രീ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി പത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസമുണ്ട്. അതേപോലെ തന്നെ SDPIക്ക് വേണ്ടി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തടി മത്സരിക്കുന്നുണ്ട്. അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. അതിലപ്പുറം 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം 10 സ്ഥാനാർത്ഥികളാണ് പോരാടുന്നത്. സ്വരാജും നല്ല ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. സ്വരാജ് മുൻ MLA എന്ന നിലക്കും പിന്നെ നിലമ്പൂർ സ്വദേശി എന്ന നിലക്കും എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അതേപോലെ PV അൻവറിനെ സംബന്ധിച്ചും സ്വദേശി എന്ന് തന്നെ പറയാൻ തൊട്ടടുത്ത പ്രദേശമാണ് അൻവറിന്റെ ജന്മസ്ഥലം. ഏതായാലും ഇവര് 3 പേരും അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി SDPI സ്ഥാനാർത്ഥി അടക്കമുള്ള ഈ 4-5 പേര് ഒരു കടുത്ത മത്സരത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇവിടെ പ്രചാരണം കൊട്ടിക്കലാശം കഴിഞ്ഞു. പിന്നെ തുടർന്ന് രഹസ്യമായ പ്രചാരണമായിരുന്നു. അതേപോലെ ഇന്ന് എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് നിലമ്പൂരിലെ മാന്യ വോട്ടർമാരെല്ലാവരും. നമുക്ക് ഏറെക്കുറെ 2 സ്ഥാനാർത്ഥികളും 10,000 അല്ലെങ്കിൽ ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരെ അവിടെ പത്രസമ്മേളനം നടത്തിയത് ഭൂരിപക്ഷം 20,000 ആയാലും അതിശയിക്കേണ്ട, അത്ഭുതപ്പെടേണ്ട എന്നാണ്. അപ്പോ നല്ല ആത്മവിശ്വാസം UDF എന്ന് തന്നെയാണ്. പൊതുവെയുള്ള അടിയൊഴുക്കുകൾ പൊതുവെ ബൈ ഇലക്ഷനിൽ ഉണ്ടാവാറുണ്ട്. അടിയൊഴുക്കുകളെ ആശ്രയിച്ചായിരിക്കും ഇരു മുന്നണികളുടെയും ജയപരാജയം എന്നതിൽ തർക്കമില്ല. ഏതായാലും ഈ ഇലക്ഷൻ വരുന്ന ദിവസങ്ങളിൽ തന്നെ വൈകാതെ തന്നെ നമ്മളെ ഈ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതും ഇത് ഏത് മുന്നണി ജയിച്ചാലും തോറ്റാലും അത് വലിയൊരു ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നതിൽ യാതൊരു സംശയമില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇരു മുന്നണികൾക്കും എല്ലാ സ്ഥാനാർത്ഥികളും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഇത് ഒരു വിശകലനമാണ്, ഒരു അവലോകനമാണ്. നമുക്ക് നിഷ്പക്ഷമായിട്ടുള്ള ഒരു ചർച്ച മാത്രമാണിത്. ഏതായാലും വിജയിക്കുന്നവർ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമസ്കാരം.